അള്ളാഹു നമുക്കൊക്കെ ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്തും ശക്തിയും കരുത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനില് സൂറത്ത് തൗബയിലെ 2 ആയത്തുകളാണ് ഞാൻ പാരായണം ചെയ്തത്. ഈ ആയത്തിൽ പറയുന്ന കാര്യം മക്കാനിൽ മുശ്രിക്കീന അയ്യഅ്മറു മസാജിദല്ലാഹ്, മുശ്രിക്കുകളായ ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിചരിക്കാനുള്ള അവകാശമില്ല. മക്കാനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളായ ആളുകൾക്കില്ല. അയ്യഅ്മറു മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുക. പള്ളി കമ്മിറ്റിക്ക് അധികാര സംവിധാനം എന്നല്ല ഖുർആൻ പ്രയോഗിച്ചത്. ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, തഅ്മീർ എന്ന, അത് പരിചരിക്കല, അത് പരിപാലിക്കല. പള്ളി കമ്മിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് പള്ളി പരിപാലിക്കുന്നവർ എന്നർത്ഥത്തിലാണുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത്, അള്ളാഹുവിന്റെ പള്ളി കൈകാര്യം ചെയ്യേണ്ടത്, അത് യഥാർത്ഥത്തിൽ മുശ്രിക്കുകൾക്ക് അത് അനുവാദമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുഫ്റിന് സാക്ഷികളായിട്ട് അവർ ജീവിക്കുകയാണ്. അവര് മനസ്സിനകത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ല, പരലോകത്തിൽ വിശ്വസിക്കുന്നവരല്ല. അവർ അള്ളാഹുവിന്റെ മലക്കുകളിലോ പ്രവാചകന്മാരിലോ വേദഗ്രന്ഥങ്ങളിലോ വിശ്വസിക്കുന്നവരല്ല. അത്തരം ആളുകൾ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ പാടില്ല, പരിപാലിക്കേണ്ടതില്ല. അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ഈ രാജ്യത്ത് എന്ത് ചെയ്താലും ആ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, ഇവിടെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അത് ഇവിടെ വെച്ച് തീരും. അത് പരലോകത്തേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളല്ല അവരുടെ പ്രവർത്തനങ്ങളൊന്നും തന്നെ. അവർ നരകത്തിൽ ശാശ്വതമായി ജീവിക്കുന്നവരാണ്. അവർക്ക് നരകമാണ് പരലോകത്തുള്ളത്. അവർ ഇവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ ചെല്ലുമ്പോൾ മുഴുവൻ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഇന്നമായി യഅ്മുറു മസാജിദല്ലാഹ് എന്നിട്ട് പറയാൻ, ഈ പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? ഈ പള്ളി കൊണ്ടു നടക്കേണ്ടത് ആരാണെന്നറിയോ? അള്ളാഹുൽ വിശ്വസിക്കുന്നവരാ, അന്ത്യനാളിൽ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാ, സ്വർഗത്തിൽ വിശ്വസിക്കുന്ന, നരകത്തിൽ വിശ്വസിക്കുന്ന, അത്തരമൊരു ലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഭവനം ഭരിക്കേണ്ടത്, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത്. അതുപോലെ നമസ്കാരം നിലനിർത്തുന്നവരാ, സക്കാത്ത് നൽകുന്നവരാ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവർ. ഇതൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളിയൊക്കെ പരിപാലിക്കുമ്പോ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ നമ്മുടെ സമുദായത്തിന് ഇങ്ങനെയൊക്കെ വല്ലതുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കും. നമ്മുടെ പള്ളിക്ക് കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പെന്ന് പള്ളി പരിപാലന സമിതിയിലേക്ക് വരുമ്പോ ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെയുള്ളവരൊക്കെയാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ നമ്മുടെയൊക്കെ പള്ളികൾക്കും മഹല്ലുകൾക്കൊക്കെ പറ്റാറുണ്ടോ? അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത, ഏതെങ്കിലും അർത്ഥത്തിൽ കുടുംബക്കാര്, തറവാടികൾ, പാർട്ടികൾ, ഇടത് വലത് ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡ പ്രകാരമൊന്നും ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തമല്ല പള്ളി പരിപാലനം. നമസ്കരിക്കുന്നവര്, സക്കാത്ത് കൊടുക്കുന്നവര്, അള്ളാഹുവിലും അന്ത്യനാളിലും ഉറച്ചു വിശ്വസിക്കുന്നവര്, അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവർ, അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവർ, അത്തരം മുവഹിദുകൾ, അത്തരത്തിൽ നമസ്കരിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, അവരൊക്കെയാണ് പള്ളി പരിപാലിക്കേണ്ടത്. ഇത് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തല്ലത്. ഇത് വിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ട്, മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട്, അതൊരു കാലഘട്ടത്തിൽ വർഷങ്ങളോളം മുശ്രിക്കുകളായ ആളുകളുടെ കൈകളിലായിരുന്നു. ബഹുദൈവാരാധന നടന്നത്, ബിംബങ്ങൾ ഉണ്ടായിരുന്ന വിശുദ്ധ മക്ക എന്ന് പറയുന്നത്. ആ കഅബയെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഫലമായിട്ട് അത് തൗഹീദിന്റെ ഗേഹമായി മാറി വന്നു. അവിടുന്ന് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റി. അപ്പോഴും ആ കഅബയുടെ ഊരാളന്മാരും അതിന്റെ പരിപാലകരൊക്കെ ആയിട്ട് കുറെ മുശ്രിക്കുകളായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്ര ശിർക്കുപരമായ ആചാരങ്ങളും അനാചാരങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ വിശുദ്ധ കഅബയുണ്ടല്ലോ, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ്, അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച, നിർമ്മിച്ച ഒന്നാമത്തെ ഭവനമാണ് വിശുദ്ധ കഅബ. അതുകൊണ്ട് ഇവിടെ ഷിർക്കിന്റെ യാതൊരുവിധ വകഭേദങ്ങളും ഉണ്ടാകാൻ പാടില്ല, ഒരർത്ഥത്തിലുള്ള അനാചാരങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ കൊട്ടിപ്പാട്ട്, ഇവിടെ ചെണ്ടയും മദ്ദളവും ഏതെങ്കിലും അർത്ഥത്തിലുള്ള
വാദ്യമേളങ്ങൾ കൊണ്ട്, അങ്ങനെ ശിർക്കുപരമായ അനാചാരങ്ങൾ കൊണ്ട് ഈ പള്ളിയെ മലിനമാക്കരുത്. അതുകൊണ്ട് അതൊന്നും ഈ പള്ളിയിൽ പാടില്ല. ഈ പള്ളി എന്നത്, മുസ്ലിങ്ങളുടെ പള്ളി എന്ന് പറയുന്നത്, അത് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഭരിക്കേണ്ടതാണ്. അത് വിശ്വാസികളുടേതാണ്. ഞാനിത് പറയുന്നത് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഖഫ് പ്രോപ്പർട്ടികൾ, അവരുടെ പള്ളികൾ വഖഫ് സ്വത്തുകളാണ്, അവരുടെ മദ്രസകൾ വഖഫ് സ്വത്തുകളാണ്. അതുപോലുള്ള വഖഫ് പ്രോപ്പർട്ടീസ് അത് അവരുടെ മെറ്റീരിയൽ ഫൗണ്ടേഷനാണ്, അവരുടെ ഭൗതികമായ അസ്തിത്വമാണ് വഖഫ് എന്ന് പറയുന്ന സംവിധാനങ്ങൾ. അത് ഭരിക്കാനും നിയന്ത്രിക്കാനും അത് മുസ്ലിങ്ങൾക്കാണ് അധികാരം. മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ പേഴ്സണൽ ലോ ആ രാജ്യത്ത് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ നാടുകളിലും ഉണ്ട്. ഇപ്പൊ മുസ്ലിം നാടുകളിലൊക്കെ പലപ്പോഴും ജീവിക്കുന്ന ക്രൈസ്തവര്, ഹൈന്ദവര്, ജൂതന്മാര്, മറ്റ് ജനവിഭാഗങ്ങൾക്കൊന്നും ഇസ്ലാമിക ശരീഅത്ത് അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല. അവർക്കൊക്കെ വ്യക്തി നിയമങ്ങൾ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ആ ജാതി ജനവിഭാഗങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ അനുവദിക്കാം. അതല്ലാതെ മുസ്ലിം വ്യക്തി നിയമങ്ങൾ, മുസ്ലിം വിവാഹ നിയമങ്ങൾ, മുസ്ലിം വിവാഹമോചന നിയമങ്ങൾ, മുസ്ലിം അനന്തരാവകാശ നിയമങ്ങൾ ഒന്നും തന്നെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ ബുദ്ധന്മാരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരം ഇല്ല. അത് ലോകത്തൊരു വിഭാഗം ജനങ്ങൾക്കും ഒരു പ്രദേശം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടത് പേഴ്സണൽ ലോ. പ്രത്യേകിച്ച് മുസ്ലിം പേഴ്സണൽ ലോ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വിവാഹം, മുസ്ലിങ്ങളുടെ വിവാഹമോചനം, മുസ്ലിങ്ങളുടെ വഖഫ്, അതേപോലെ മുസ്ലിങ്ങളുടെ വസിയ്യത്ത്, അതുപോലെ മുസ്ലിങ്ങളുടെ അനന്തര ഫറായിദ്, അതുപോലെ അഡോപ്ഷൻ, ഇങ്ങനെ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങളിലാണ് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് വ്യക്തി നിയമങ്ങളുള്ളൂ. ബാക്കിയെല്ലാം പൊതു നിയമമാണ്. ഇവിടുത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടെ ബാക്കി സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ്. ഈ പറയുന്നത് കേട്ടാൽ മുസ്ലിങ്ങൾക്ക് എന്തോ മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യക്തി വിശ്വാസ അല്ലെങ്കിൽ അവരുടെ വഖഫ്, അവരുടെ വിവാഹമോചന, അനന്തരാവകാശ, ദത്തെടുക്കൽ പോലുള്ള ഏതാനും ചില കാര്യങ്ങളിലെ നിയമങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. പക്ഷെ അവിടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർ അല്ല. മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങൾ ബാധകമല്ല. മുസ്ലിങ്ങൾ അപരരാണ്. മുസ്ലിങ്ങൾ ഗുജറാത്തിലൊക്കെ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുക, മുസ്ലിങ്ങളെ കൊന്നുകൾ, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക, അത് ശാരീരികമായ ഉന്മൂലനം. അതാണ് ഗുജറാത്തിൽ എമ്പുരാൻ. പുതിയ തലമുറ അത് മറക്കേണ്ടതില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകളല്ല, ഈ രാജ്യത്തെ പൊതു മേഖലയിലുള്ള ആളുകൾ, മതേതര സോഷ്യൽ പശ്ചാത്തലമുള്ള, ഒരുപക്ഷെ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളുകളാണ് ആ സിനിമ പോലും നിർമ്മിച്ചത്. സംഘപരിവാറിന്റെ കുടിലതയും അതിന്റെ തേറ്റകളും അതിന്റെ ദംഷ്ട്രങ്ങളും അതിന്റെ ഭീകര യാഥാർത്ഥ്യങ്ങളൊക്കെ അറിഞ്ഞും അനുഭവിച്ചവരുമായ അവരുടെ കുടുംബങ്ങളിലും അവരുടെ തറവാടുകളിലും പിറന്ന ആ സിനിമ സംവിധാനം ചെയ്തിട്ട ആളുകൾ യഥാർത്ഥത്തിൽ സംഘപരിവാർ അനുഭാവികളായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോപി, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു നായകനായിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കുടുംബം ഒരു സംഘ് അനുകൂല കുടുംബമാണ്. കൊച്ചുപ്രായത്തിൽ ശാഖയിൽ പോയവരാ. അവരമ്മ കഴിഞ്ഞ ഇലക്ഷൻ കാലയളവിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അഭ്യർത്ഥിച്ചവരാ. അപ്പോ യഥാർത്ഥത്തിൽ സംഘ് പരിവാറിന്റെ ആ വംശീയതയുടെ ഭീകരമായ ദംഷ്ട്രങ്ങളും അതിന്റെ ദുരന്തങ്ങളൊക്കെ അറിഞ്ഞവരും അനുഭവിച്ചും അവരെ കൂടെ ജീവിച്ചവരൊക്കെ മുൻകൈ എടുത്ത് എഴുതിയ സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ പോലും കഴിഞ്ഞ ഒരു 10-23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെ ഒരു പുതുതലമുറകൾക്ക് അതെന്തായിരുന്നു എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരൊക്കെ ഈ രാജ്യം ഭരിച്ചാൽ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭരണാധികാരത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു ശരിക്കും പറയാം അതിന്റെ ഒരു രൂപം പുതിയ തലമുറയെ കാണിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പൊ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുന്ന, മുസ്ലിം എന്ന വിഭാഗത്തെ തന്നെ കൊന്നുകളയണം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ വംശഹത്യയുടെ ഒരു രൂപമാണ് ഗുജറാത്തിൽ നടന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്നതെങ്കിൽ, ഭഗൽപൂരിലും ജബൽപൂരിലും നടന്നതെങ്കിൽ, ഇതേ ഡൽഹിയിൽ വരെ നടന്ന കലാപങ്ങളിലൂടെ മുസ്ലിങ്ങൾ വംശഹത്യ ചെയ്യുന്നതാണ് എങ്കിൽ ഈ വഖഫ് എന്ന് പറയുന്നതും മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിത്വത്തെ, അവരുടെ സ്വത്തുവകകളെ, അവരുടെ ഇത്തരത്തിലുള്ള മുസ്ലിം സ്വത്തുവകകളെ യഥാർത്ഥത്തിൽ ഹത്യ ചെയ്യുക, നശിപ്പിച്ചു കളയുക, അത് പിടിച്ചെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വഖഫ് ബില്ല് എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതത്ര ചെറിയ കാര്യമല്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭ സമരങ്ങൾ മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ നയിക്കേണ്ട ഒരു ഘട്ടം. ഈ രാജ്യത്തെ സംബന്ധിച്ചോളം രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സമരമായിരുന്നു
സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരം ആർക്കെതിരാണോ നിർവഹിച്ചത് ആ ടീം തന്നെയാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നില്ല, ബ്രിട്ടീഷുകാരെ കൂടെ ചേർന്ന 2 ടീം ഉണ്ടായിരുന്നു. അതിലൊന്ന് ഈ രാജ്യത്തെ സംഘപരിവാറാണ്. ഹിന്ദു മഹാസഭ എന്ന് പറയുന്നതും 1925 രൂപീകൃത സംഘടനമാണ് സംഘപരിവാർ. 1925 മുതൽ 1948 വരെ സംഘപരിവാറിന്റെ ഈ RSS എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അവരെ കാണാൻ കഴിയുമോ? ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇവരില്ല. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ബൈ ഫൈറ്റിംഗ് ബ്രിട്ടീഷ്. നിങ്ങൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് നിങ്ങളുടെ എനർജി കളയരുത് എന്ന് അവരോട് അഭ്യർത്ഥിച്ചത് ഗുരുജി ഗോൾവാൾക്കറാണ്. ബട്ട് സേവ് യുവർ എനർജി ഫോർ ഫൈറ്റിംഗ് അവർ ഇന്റേണൽ എനിമീസ്. നിങ്ങളുടെ എനർജി നിങ്ങൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരല്ല, നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾക്കെതിരാ. നമ്പർ 1 മുസ്ലിങ്ങൾ, നമ്പർ 2 ക്രിസ്ത്യാനികൾ, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, ബ്രിട്ടീഷുകാർക്കെതിരെയല്ല എന്നൊരു ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നവരാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ. അവരൊരിക്കലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമിയിൽ രംഗത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ രാജ്യം ഞങ്ങളുടേതാണ്, ദേശം ഞങ്ങളുടേതാണ്, ദേശം എന്നൊക്കെ ഞങ്ങളുടേതാണ് രാജ്യം എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർക്കൊന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമിയിൽ ഒരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യം നിങ്ങളുടേതല്ല, നിങ്ങൾ ഈ രാജ്യമല്ല, രാജ്യവിരുദ്ധരാണെന്ന് പറയുന്ന മുസ്ലിങ്ങൾ 1925 എവിടെയെന്നറിയോ? 1920, 25, 30, 40, 45 കാലയളവുകളിലൊക്കെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, മുസ്ലിം പ്രദേശങ്ങൾ, കേരളത്തിന്റെ മണ്ണിൽ പോലും ഏറ്റവും വലിയ ധീരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നത് എവിടെയാ? കോട്ടയത്താണോ? തിരുവനന്തപുരത്താണോ? കൊല്ലത്താണോ? ആണോ കോതമംഗലത്തും മൂവാറ്റുപുഴയിലാണോ? തിരുവിതാംകൂറിലാണോ? കൊച്ചിയിലാണോ? ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ബ്രിട്ടീഷുകാരെ വെള്ളം കുടിപ്പിച്ചത്, ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിച്ചത്, ശക്തമായ ബ്രിട്ടീഷുകാർ ഗ്രൗണ്ടിൽ പൊരുതിയത് മലബാറിന്റെ മണ്ണിലാണ്. പൊന്നാനിയുടെ ചരിത്രത്തിൽ, വെളിയങ്കോടിന്റെ ചരിത്രത്തിൽ, എറണാടിന്റെ വള്ളുവാനാടിന്റെ ചരിത്രത്തിൽ, മഞ്ചേരിയില്, കൊണ്ടോട്ടിയില്, ചേറൂര്, മണ്ണാർക്കാട്, ഇത്തരം പ്രദേശങ്ങളിലൊക്കെയാണ് വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർ അനുഭവിക്കേണ്ടി വന്നത്. മൈസൂരില്, അവധില്. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായം ധീരോദാത്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളിയായ സമുദായമാണ്. ആ സമുദായത്തിന്റെ കൂടെ അന്നും ബ്രിട്ടീഷുകാർക്ക് ഒരു വിഭാഗം സംഘികളാണെങ്കിൽ മറ്റൊന്ന് ക്രിസംഗികളാണ്, ക്രിസംഗീധാരകൾ. ഇവർക്കും യഥാർത്ഥത്തിൽ ഇന്ന് കത്തോലിക്ക സഭയൊക്കെ വഖഫ് പിന്നെ അമെൻമെന്റ് ബില്ല് കാണുമ്പോൾ ലഡു തിന്ന് ആഘോഷിച്ച് തുള്ളിച്ചാടുകയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ തുള്ളിച്ചാടിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ 1920 കാലയളവുകളില്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 കാലയളവിൽ മലബാറിന്റെ മണ്ണിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങൾ തീർക്കുകയാണ് വരിങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ വെള്ളിയങ്കോട്ട് ഉമ്മർ ഖാദിയും അതുപോലെ തന്നെ അലി മുസ്ലിയാരും. ആ സന്ദർഭത്തിൽ തൃശ്ശൂരിൽ വലിയൊരു മാർച്ച് എടുക്കുന്നുണ്ട്, ലോയൽറ്റി മാർച്ച്. ലോയൽറ്റി, ഞങ്ങളുടെ കൂറ്, ലോയൽറ്റി മാർച്ച് ഫോർ കിങ്ഡം. ആരെ കിങ്ഡം? ബ്രിട്ടീഷ് കിങ്ഡം. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ വലിയ റാലി നടത്തി. ആര്? ഈ ക്രിസംഗിധാര, ഈ കാസാധാര, ഇന്നത്തെ കത്തോലിക്ക സഭയുടെ പൂർവ്വരൂപങ്ങൾ. ബ്രിട്ടീഷുകാർ പോകാൻ പാടില്ല, ബ്രിട്ടീഷ് വിരുദ്ധ സമരം നയിക്കുന്നവർക്കെതിരെ അന്ന് തൃശ്ശൂരിലെ നായന്മാര്, ഹിന്ദുക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരം തൃശ്ശൂർ ബേസ് ചെയ്തപ്പോൾ അന്ന് ആ ഹിന്ദു സമൂഹത്തിന് നേതൃത്വത്തിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനെതിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി അവിടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കെതിരിൽ തൃശൂർ ടൗണിൽ സമരം നടത്തിയവരാണ്. ബ്രിട്ടീഷുകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് വലിയ ജാഥ നടത്തിയവരാണ് ഈ ക്രിസംഗികൾ. നിങ്ങൾ ലഡ്ഡു തിന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമിയിൽ ഈ വിഭാഗത്തിന് പങ്കുമില്ല. സാക്ഷാൽ പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള ആളുകളിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ സ്വത്തുകൾ ഏതൊരുത്തർ വാങ്ങിയെടുത്ത് അതിന്റെ മറവിലും ചെലവിലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വത്ത് ഉടമകളാണ്. ഇപ്പൊ അത് ഓർഗനൈസർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ഭൂമിയിൽ അന്ന് മുസ്ലിങ്ങൾ ശക്തമായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിനെതിരെ നിന്ന ആളുകൾ ഒന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ, രണ്ടാമത്തത് സംഘപരിവാറാണ്, ഹിന്ദു മഹാസഭയാണ്, മൂന്നാമത്തത് ക്രിസംഗി ധാരകളൊക്കെയാണ്. അതുകൊണ്ട് അവർക്കെതിരുള്ള ഒരു സ്വാതന്ത്ര്യം, രണ്ടാമത്തെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ വിളിച്ചത് തന്നെ പൗരത്വ പ്രക്ഷോഭത്തിനാണ്. പൗരത്വ പ്രക്ഷോഭത്തിനാണ്. അത് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സമരമായിരുന്നു. എന്തത്? മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല, ബാക്കി എല്ലാവർക്കും ആകാം.
മുസ്ലിങ്ങൾക്കില്ല, നോൺ മുസ്ലിങ്ങൾക്കില്ല. മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ ഇങ്ങനെ തുടങ്ങുന്ന നമ്മുടെ സമീപസ്ഥ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നാൽ, കുടിയേറ്റക്കാരായി വന്നാൽ അവർക്ക് എല്ലാവർക്കും പൗരത്വം കൊടുക്കും, മുസ്ലിങ്ങൾക്കൊഴികെ. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല എന്ന രീതിയിൽ പിന്നീട് അതിന്റെ മറവിൽ അതിന്റെ അനുബന്ധമായി NRC പോലുള്ള വേറെയും ഒരുപാട് നിയമങ്ങളുണ്ട്. എല്ലാം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ആസാമില്, ബംഗാൾ പോലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം പോലും കൊടുക്കുന്നില്ല. ഇത് ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് എന്തോ ഉത്തരേന്ത്യയിലെ പള്ളിയല്ലേ, മദ്രസയിലെ എന്തോ ചിരപുരാതനമായ എന്തൊക്കെയോ ചിരപുരാതനമായ കെട്ടിടങ്ങളിലെ ഡിസ്പ്യൂട്ടാണ്, നമുക്കിത് പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന, ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന സ്വാർത്ഥന്മാരാകരുത്. ഈ ക്രിസംഗികൾ അങ്ങനെ സ്വാർത്ഥന്മാരാ. ഈ ക്രിസംഗി ധാര, ഈ കത്തോലിക്ക സഭ, അവർ പോലും വലിയ സ്വാർത്ഥന്മാരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പാർലമെന്റിൽ നട്ടപ്പാതിരക്ക് 1.5 മണിക്ക് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കുമ്പോൾ രാജ്യത്തിന്റെ പാർലമെന്റിലെ കോൺഗ്രസും CPM-ഉം ഇവിടുത്തെ സംഘവിരുദ്ധ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് വലിയ ചർച്ചകളും വലിയ വാഗ്വാദങ്ങളും വലിയ സമര പോരാട്ടങ്ങളിലൂടെ ശക്തമായി സംഘപരിവാറിനെ വെള്ളം കുടിപ്പിച്ച പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ പാർലമെന്റിൽ നടന്നത്. അഭിമാനമുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ജോൺ ബ്രിട്ടാസ് പോലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും നടത്തിയ ധീരോദത്തമായ സമരങ്ങളെ നമ്മൾ പിന്തുണയ്ക്കുക. ആ നട്ടപ്പാതിര 1:30 2 മണിക്ക് ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് അനുകൂലമായി വഖഫ് അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കിയപ്പോൾ നമ്മുടെ മുനമ്പത്തൊക്കെ വലിയ അർത്ഥത്തിൽ ഈ ലഡു കഴിച്ച് പൊട്ടിച്ചിരിച്ച ആളുകൾ മനസ്സിലാക്കണം, 2 മണിയപ്പോ വേറൊരു ബില്ല് കൂടി പാസ്സായി. അതെന്താ അറിയോ? മണിപ്പൂരിലെ ഗവൺമെന്റിനെ മാറ്റി രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തതിന് ന്യായീകരിക്കുന്ന ബില്ലോടെ പാസ്സാക്കി. ഈ മണിപ്പൂർ ബില്ല് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ക്രൈസ്തവ സമൂഹത്തെ 300-400 ക്രൈസ്തവരെ ചുട്ടുകൊന്ന് 300-ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ നശിപ്പിച്ച് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മുസ്ലിം ക്രൈസ്തവ വംശഹത്യ നടന്ന ഒരു പ്രദേശ. അങ്ങനെ കൂട്ടക്കൊലപാതകം നടത്തി കുരിശായിരുന്നു. അത് കത്തോലിക്കരാണോ, യാക്കോബയക്കാരാണോ, പ്രൊട്ടസ്റ്റന്റ് ആണോ എന്നൊന്നും അവർ നോക്കിയിട്ടില്ല. കുരിശ്. അങ്ങനെ കൂട്ടക്കശാപ് ക്രിസ്ത്യാനികൾ നടത്തിയ ഒരു നാട്. ആ നാടുമായി ബന്ധപ്പെട്ടൊരു ബില്ല് വന്നപ്പോൾ അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ, മിണ്ടാൻ, ശബ്ദിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവര് വിചാരിക്കുന്നത് ഞങ്ങളെ കോട്ടയത്തെ കുറുവിലങ്ങാടിലെ, അല്ലെ ഞങ്ങളെ കോട്ടയത്തെ, അല്ലെ ഞങ്ങളെ തൃശ്ശൂരിലെ, ഞങ്ങളുടെ കാഞ്ഞാടിയിലെ, കണ്ടശങ്കടവിലെ ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വക, ഞങ്ങളുടെ ആശുപത്രി, ഞങ്ങളുടെ ഭൂമി, ഇത് മതി. നാഗാലാൻഡിലെയോ മിസോറാമിലെയോ ഒറീസയിലെയോ ക്രിസ്ത്യാനികൾ അവർ തല്ലിയാലും കൊന്നാലും, ജബൽപൂരിലടക്കം ഈ പറയുന്ന മാതിരി ഓൾറെഡി ഈ വഖഫ് ബില്ല് പാസ്സായി പിന്നാലെ വന്നത് ഇടിയും ഇഡിയെ പേടിച്ചും ഇടിയെ വാങ്ങുന്ന മോഡിയെയും ഇഡിയെയും ഭയപ്പെടുകയും ഇടി കിട്ടിയാലും ഇഡിയെ പേടിക്കുന്ന ഇടിയാണ്. ഇടി കിട്ടിക്കോട്ടെ, ഇടി വരരുത്. ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് അവരുടെ സഭാപിതാക്കന്മാരെ ഇടി കിട്ടിയാലും അടി കിട്ടിയാലും ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഇഡിയാണ് അതിനേക്കാൾ ഭയമെന്ന് വിശ്വസിക്കുന്ന പേടിത്തൊണ്ടന്മാർ. വലം യഖ്ശ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാർ നമ്മുടെ സമുദായത്തിലുണ്ട്. പേടിത്തൊണ്ടന്മാർ സ്വന്തം സമുദായത്തിന്റെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും പ്രതിനിധീകരിക്കാൻ ധൈര്യമില്ലാത്ത ഭീരുക്കൾ. വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരൊക്കെയോ ഭയപ്പെടുന്ന ആളുകൾ. അവർക്ക് ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തിത്വ സ്വത്തൊന്നും പ്രശ്നമല്ല. ഇപ്പൊ തന്നെ കേരളത്തിൽ വലിയ സമരം തുടങ്ങണം. ആ സമരങ്ങൾ സാധാ സീത സമരം പോരാ. അത് ഈ രാജ്യത്തിന്റെ ഭരണാധികാര കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ അവർ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളിൽ വരെ സമരങ്ങൾ എത്തിപ്പെടണം. ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് വലിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വലിയ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കുക എന്നതായിരുന്നു യൂറോപ്പിലെ മുതലാളിത്ത വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി നടന്നത്. എന്നതുപോലെ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങളിലെ വലിയ കേന്ദ്ര സംവിധാനങ്ങളിൽ വരെ സമരങ്ങൾ എത്തണം. നമ്മുടെ പള്ളിയിൽ നിന്നതുപോലെ വഴി പറഞ്ഞാൽ പോരാ, തെരുവുകളിലേക്ക് ഇറങ്ങണം. കാരണം ഈ രാജ്യത്തിന്റെ നിയമസഭകൾ, ഈ രാജ്യത്തിന്റെ പാർലമെന്റുകൾ, ഈ രാജ്യത്തിന്റെ കോടതികൾ, രാജ്യത്തിന്റെ പ്രസിഡന്റ് അടക്കം ഒരു കടലാസ് പുലിയാണ്. ഇനി എന്തെങ്കിലും ഒപ്പിടാനുണ്ടോ? ബാത്റൂമിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്ത ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമൊക്കെ എനിമോർ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ബാത്റൂമിൽ നിന്നുകൊണ്ട് തോർത്തെടുത്തുകൊണ്ട് ഉള്ളിൽ നിന്ന് ഒപ്പിട്ട് കൊടുത്ത പ്രസിഡന്റുമാരെ പോലുള്ള ഏതർത്ഥത്തിൽ കങ്കാരു പ്രസിഡന്റ്, കങ്കാരു കോടതി, അത്തരം ആളുകളൊക്കെയാണ് അവര് ബാത്റൂമിനോട് ഒപ്പ്. അതുകൊണ്ട് ഈ രാജ്യത്തെ പ്രസിഡന്റുമാര്
രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെല്ലാം അവരുടെ കൈകളിൽ വന്നു. അതുകൊണ്ട് ഇനി എവിടെ പറയുമെന്ന് ചോദിച്ചാൽ ഇനി പറയാനുള്ള തെരുവുകളില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം, സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം, എയർപോർട്ടുകളിൽ. അതുകൊണ്ട് എയർപോർട്ട് സമരം നടത്തിയത്. ഇപ്പൊ അതിന് വിചാരണ ചെയ്യാൻ നമ്മുടെയൊക്കെ ചില മതേതര വീരശൂര പരാക്രമികൾ എയർപോർട്ടിലേക്ക് ജാഥ നടത്തിയത് ശരിയായില്ല. ആ ജാഥ നടത്തിയ പ്രസ്ഥാനം അവരുടെ വിശ്വാസ ചരിത്ര പുരുഷന്മാരുടെ ഒന്നും ചിത്രങ്ങൾ വെച്ച് ശരിയായില്ലെന്ന് അവർ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരൊക്കെ വിചാരണയ്ക്ക് എന്താ നമുക്കറിയാലോ. സ്വന്തം വിശ്വാസത്തോടും സ്വന്തം ആദർശത്തോടൊക്കെ പുച്ഛഭാവം കൊണ്ടു കിടക്കുന്ന മുസ്ലിം നാമധാരികൾ. ഈ കോതമംഗലം ഇവിടെ ഇപ്പോ വലിയൊരു സാംസ്കാരിക കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുക. ഈ കേരളോത്സവത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ പ്ലോട്ട്, എന്താ പ്ലോട്ട്? 80 വയസ്സായ ഹാജിയാര് 13 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചെടുക്കുന്ന ഭയങ്കരമായി ശൈശവിവാഹം. മുസ്ലിം സമുദായത്തിന്റെ എന്താ പറയാ, അവരിലെ ഇപ്പോഴും 80-90 വയസ്സായ പൂപ്പമാര് 13 വയസ്സായ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുള്ളത് അത് വളരെ മോശമാട്ടോ. നമ്മുടെ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്ന് വന്നതാ. സത്യത്തിൽ ഇവരൊക്കെ എവിടെയാ ജീവിക്കണത്? നിങ്ങൾ ഇത് ആരോടാ പറയണത്? ഇസ്ലാമിലെ മുസ്ലിങ്ങളൊക്കെ വികൃതമാക്കുക, അവരുടെ ശരീരത്തിനെ മോശമാക്കുക, അവരുടെ പർദ്ദയും അവരുടെ പെണ്ണുങ്ങൾക്കും അവരുടെ പേഴ്സണലും ഒക്കെ മോശമാണെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ താറടിക്കൽ അജണ്ടയാക്കി കൊണ്ടു നടക്കുന്നത് ആരാ? അവരുടെ കൂടെയാണ് ഇവരൊക്കെ ഉള്ളത്. അവരെയൊക്കെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടോ? നിങ്ങൾ നെല്ലിക്കുഴി പഞ്ചായത്തില് 70-80 വയസ്സായ പൂപ്പമാരെ 13-12 വയസ്സ് കല്യാണം കഴിച്ച എത്ര കേസ് നെല്ലിക്കുഴി പഞ്ചായത്തിലുണ്ട്? എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരോടാ പറയണത്? ഇത് ഈ രാജ്യത്തുണ്ടോ? അന്വേഷിക്കട്ടെ. ഈ രാജ്യത്ത് ശൈശി വിവാഹം നടക്കുന്നത് എവിടെയാ? തവളക്കല്യാണം, കഴുതക്കല്യാണമുണ്ട്, കുരങ്ങ് കല്യാണമുണ്ട്, പട്ടിക്കല്യാണമുണ്ട്. പട്ടിക്കല്യാണം നടത്തുന്ന ആരാ? തവളക്കല്യാണം നടത്തുന്ന ആരാ? ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ഇന്നും ഈ രാജ്യത്തെ ശൈശി വിവാഹത്തിന് കണക്കെടുക്കട്ടെ, ഏറ്റവും ശൈശി വിവാഹം നടക്കുന്നത് ഹിന്ദു ഗോത്രവർഗ സമൂഹങ്ങളിലാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ നടക്കുന്നില്ല. പിന്നെ പ്രവാചകന്റേത് നടന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കല ഉദ്ദേശം. സാക്ഷാൽ AKGയുടെ വിവാഹം ഈ നിങ്ങൾ നടത്തിയ പ്ലോട്ടുമാരിയായിരുന്നു AKGയുടെ വിവാഹം. AKGയുടെ പ്രായം, AKG കല്യാണം കഴിച്ച പെണ്ണിന്റെ പ്രായം നിങ്ങൾ ഈ പ്ലോട്ട് നടപ്പിലാക്കിയമായിരുന്നു. ഗാന്ധിജിയും വൈഫിന്റെ പ്രായം നോക്കിയാൽ ഏറെക്കുറെ അങ്ങനെയാ. CV രാമന്റെ അങ്ങനെയാ. അത് വേറൊരു കാലഘട്ട, അത് വേറൊരു ചർച്ചയാ. ഞാൻ പറയുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാര് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ കല്യാണ പ്രായത്തിലായിരുന്നു. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി, പരിഹസിക്കുവാൻ വേണ്ടി, ശത്രുക്കളുടെ കയ്യടി കിട്ടാൻ വേണ്ടി മുസ്ലിം പെണ്ണുങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? മുസ്ലിം പെണ്ണുങ്ങളെ തലമറക്കുന്നത് ഞങ്ങൾ ഒഴിവാക്കി, ഹിജാബ് ഇല്ലാത്ത, പർദ്ദയില്ലാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് വലിയ അർത്ഥത്തിൽ മതേതരത്വം അവകാശപ്പെടാറുണ്ട്. തലമറച്ച പർദ്ദ ധരിച്ച പെണ്ണുങ്ങൾ സ്പേസിൽ വരെ, ഹിജാബ് ധരിച്ച പെണ്ണുങ്ങള്, മുസ്ലിം പെണ്ണുങ്ങള് അവര് ബഹിരാകാശത്ത് വരെ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ലോകത്ത് ഇന്റർനാഷണൽ സയന്റിസ്റ്റ് അവാർഡ് കിട്ടിയ UAE ഒരു പർദ്ദ ധരിച്ച, ഹിജാബ് ധരിച്ച പെണ്ണുങ്ങൾക്കാ. മുസ്ലിം പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? മുസ്ലിം സ്ത്രീകൾ വളർന്നുപോയി, മുസ്ലിം പുരുഷന്മാരും വളർന്നുപോയി. ശരിക്കും പറഞ്ഞ മുസ്ലിം സമുദായത്തോട് ഇവിടെ പലരുടെ വിരോധം മുസ്ലിങ്ങൾ നാർക്കോട്ടിക് കഴിക്കണോണ്ടല്ല, ലവ് ജിഹാദും അല്ല. നേരത്തെ ലവ് ജിഹാദ് വേറെ ഒരുപാട് ജിഹാദ്, മാർക്ക് ജിഹാദ്, ഉദ്യോഗസ്ഥ ജിഹാദ്, ആശുപത്രി ജിഹാദ്, ഭൂമി ജിഹാദ്, ലാൻഡ് ജിഹാദ്, അതൊക്കെ പറഞ്ഞ ശരിയാ. കാരണം എന്താ? മുസ്ലിങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, മുസ്ലിം ഉദ്യോഗ മേഖല ധാരാളം വരുന്നുണ്ട്, മുസ്ലിങ്ങൾ ഗൾഫിൽ പോകുന്നുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ധാരാളം പൈസ ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് ഭൂമി വാങ്ങുന്നുണ്ട്, ഒരുപാട് കച്ചവടം നടത്തുന്നുണ്ട്, ഹോട്ടൽ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങൾ എല്ലാവർക്കും വളർന്നു വരുന്നുണ്ട്. അതിന്റെ പേരാണ് ഈ പറയുന്ന അസൂയ ജിഹാദ്. ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം, ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം വദ്ദ കസീറുൻ മിനൽ മുശ്രിക്കീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുന്നത് ഇഷ്ടമല്ലാത്തവർ, നിങ്ങൾക്ക് സന്തോഷം വരും, വദ്ദൂ മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. നിങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ഇഷ്ടം. ശരിക്ക് ഈ നാർക്കോട്ടിക് ജിഹാദ് അവരുടെ സ്വപ്ന. നിങ്ങൾക്ക് നാർക്കോട്ടിക് കഴിക്കുന്നവരായി നിങ്ങൾ ഈ കൃസംഗീതാരകളിൽപ്പെട്ട ആളുകളും ഇവരൊന്നും ഒരു 10 പൈസയുടെ ഒരു സ്നേഹ സേവനം ചെയ്തോളാം. പക്ഷെ കള്ളു വാങ്ങി തരുമ്പോഴെങ്കിൽ, നിങ്ങൾക്കൊരു കള്ളു കുടിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കള്ളു കുപ്പി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞാല് നിങ്ങൾ നാർക്കോട്ടിക് ഉപയോഗിക്കുന്ന ഒരു സമുദായമായി, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന സമുദായമായി, മദ്യപിക്കുന്ന സമുദായമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവരവര്.
എന്നിട്ട് മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് സ്വയം പരിഹസിക്കുവാൻ, മുസ്ലിം സമുദായത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, എന്നിട്ട് അവരൊക്കെയാണ് നമ്മൾ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടത്. നിങ്ങളുടെ സമരങ്ങളിൽ നിങ്ങളുടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ മതസംഘടനകൾ ഇങ്ങനെ സമരം ചെയ്യരുത്. നിങ്ങൾ ഈ രാജ്യത്ത് ഈ സമരം എന്ന് കേട്ട് ഇവരുടെ വിചാരം സമരമൊക്കെ ഞങ്ങൾ നടത്തേണ്ടതാ, സമരങ്ങൾ പോരാട്ടങ്ങൾ അത് മതേതരമായി ഞങ്ങൾ നിർവഹിക്കുന്ന സമരമുള്ളൂ. ഇവർ നടത്തുമ്പോൾ മതാത്മക ഉള്ളടക്കം, മത ചിഹ്നങ്ങളും മത സ്വത്വങ്ങളും മതമുദ്രാവാക്യങ്ങളും മതപരമായ വേഷങ്ങളൊക്കെ ഉള്ളവർ സമരങ്ങൾ നയിക്കുമ്പോൾ നിങ്ങളുടെ സമരങ്ങൾ അതിങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകില്ലേ? ഞങ്ങൾ ചേർന്നെങ്കിലേ സമരങ്ങളെ മതേതരമാകൂ, ഞങ്ങൾ ചേർന്നെങ്കിലേ സമരങ്ങളെ ജനാധിപത്യമാകൂ എന്നൊക്കെ വിചാരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കണം. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമിയിൽ ഏറ്റവും മുന്നിൽ നിന്ന പ്രസ്ഥാനത്തിന്റെ പേരെന്തറിയോ? ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി പോലും അവരുടെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്തുന്നത് ഖിലാഫത്ത് സമരത്തെ ഉപയോഗപ്പെടുത്തിയിട്ട. ഖിലാഫത്ത് സമരം മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ആരാ മൗലാന മുഹമ്മദ് അലി? ആരാ മൗലാന ഷൗക്കത്ത് അലി? അബുൽ കലാം ആസാദ് തർജുമ അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ തർജുമ ചെയ്ത പണ്ഡിതനാണ് മൗലാന അബുൽ കലാം ആസാദ്. നല്ല തൊപ്പിയിട്ട് നടന്ന വ്യക്തിയാ, ഖുർആൻ പരിഭാഷ ചെയ്ത വ്യക്തിയാ. മൗലാന മൗലാന പേടിയാവുന്നു. മൗലാന സഖാവ്, പിന്നെ അബുൽ കലാം ആസാദ് എന്നല്ല, മൗലാന അബുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, മൗലവി അഹമ്മദുള്ള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര നേതൃത്വം ഈ രാജ്യത്ത് ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരം ആദ്യമായി ശക്തമായി നടത്തി മീററ്റ്. ആരാ മീററ്റ്? ആരാ രാജ്യത്തെ പ്രദേശത്തെ ജനങ്ങൾ? ആരാ സമര നേതൃത്വം കൊടുത്തത്? മൗലവി അഹമ്മദുള്ള ആരാ? മൗലവി അബ്ദുള്ള ആരാ? സയ്യിദ് ബഹദൂർ ഷാ സഫർ ആരാ? അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോലും മുന്നണി പോരാളികളായി ഉണ്ടായിരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് എന്താ? ഖിലാഫത്ത് നിൽക്കുന്ന ഖിലാഫത്ത് കേട്ടങ്ങൾ പേടിച്ചു പോവുമല്ലോ. കേരളത്തിൽ മലബാറിന്റെ മേൽ ഗാന്ധിജി വന്നത് എന്തിനാ? കോഴിക്കോട്ട്. മൗലാന ഷൗക്കത്തിൽ വന്നത് എന്തിനാ? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മലബാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഖിലാഫത്തും ചേർന്ന് നിന്നുകൊണ്ട് ഖിലാഫത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തിയത്. അതിന് മുന്നണിയിൽ പോരാളികളായി നിന്നവർ മലബാറിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം മൗലാന, നേരത്തെ പറയാം വെളിയങ്കോട്ട് ഉമ്മർ ഖാലി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ബ്രിട്ടീഷ് കോടതിയിൽ നീപ്പു സാഹിബിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച വ്യക്തിയാണ്. ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അർദുല്ലാ, ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, ഈ നാട് അള്ളാഹുവിന്റെ, ബ്രിട്ടീഷുകാരുടേതല്ല, അള്ളാഹുവിന്റേതാണെന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് പൊന്നാനിയില് സഖാവ് ദാമോദരൻ പോലും വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം എന്താണെന്നറിയോ സഖാക്കൾക്ക്? അതുകൊണ്ട് മുസ്ലിം വെളിയങ്കോട്ട് ഉമ്മർ ഖാലി എന്ന് പറയുന്നത് ആരാ? അതല്ലെങ്കിൽ എറണാട് കേന്ദ്രീകരിച്ച് ഒരു ഭരണം തന്നെ നടപ്പിലാക്കിയ, സമാന്തര ഭരണം നടപ്പിലാക്കിയ, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി സമരം നടത്തിയ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആരാ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി? സോഷ്യലിസ്റ്റാ? സെക്യുലറിസ്റ്റാ? അവരൊക്കെ ശക്തമായ മതവിശ്വാസവും താടി ഉണ്ടായിരുന്ന, തൊപ്പി ഉണ്ടായിരുന്ന ആലി മുസ്ലിയാരായിരുന്നു. ഒരു പള്ളിയില് എന്താ പറയാ, തിരൂരങ്ങാടി പള്ളിയിൽ നിന്നുകൊണ്ട് ഇമാമത്തും ഖത്തീബും ദർസും നടത്തിയ മഹാനാണ് ആലി മുസ്ലിയാർ. പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് മമ്പുറന്തങ്ങളുണ്ട്, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, മമ്പുറ സയ്യിദ് അലവി തങ്ങൾ, ഇതുപോലെ പള്ളി മിമ്പറിൽ നിന്ന്, പള്ളി മെഹ്റാബിൽ നിന്നുകൊണ്ട് മലപ്പുറത്തെ പല പള്ളികളുടെ പോലും വാസ്തുശില്പം കണ്ടിട്ടുണ്ട്. മലബാർ മേഖലയിലെ പള്ളികൾ പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാരുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച പള്ളികൾ, പരപ്പനങ്ങാടിയില്, തിരൂര്, താനൂര്, അവിടെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയാൽ പഴയ കാലഘട്ടത്തിൽ മലബാറിലെ പള്ളികളുടെ ചിത്രം പോലും നിങ്ങൾ കണ്ട. പള്ളികൾ പോലും സമര പോരാട്ടത്തിന് പറ്റിയ രൂപത്തിലുണ്ടാക്കി. അവരുടെ പള്ളി വലിയ മരം, ആ മരത്തിന് സാക്ഷി എന്ന് പറഞ്ഞാല് പള്ളി തുറക്കാൻ അകത്തെ പള്ളി, പള്ളിക്കകത്ത് നിന്നുകൊണ്ട് സമര ബ്രിട്ടീഷുകാർ പറങ്കിൽക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തില് പള്ളികളെ പോലും ഒരു രണഭൂമി പോലെയാക്കി, യുദ്ധഭൂമി പോലെയാക്കി, ശത്രുവിന് കടന്നു വരാൻ കഴിയാത്ത വലിയ വാതിലുകളും വലിയ ജനൽപ്പാളികളും ഉണ്ടാക്കി അവരുടെ വാളുകൾക്കോ തോക്കുകൾക്കോ വെടിവെച്ചാൽ പോലും കടന്നു വരാത്ത വിധത്തിലെ പള്ളികൾ പോലും ഉണ്ടാക്കിയത്. പറങ്കികളിലെ ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ മിഷ്കാൽ പള്ളിയിലാണ് സാക്ഷാൽ കുഞ്ഞാലി മരക്കാർ, ഒന്നാമനും കുഞ്ഞാലി മരക്കാർമാര് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് യോഗം കൂടിയത് പള്ളിക്കകത്ത. ഹിന്ദുക്കളും മുസ്ലിമും ഒരുമിച്ച് പള്ളിക്കകത്ത്. ഇതുപോലെ പള്ളി മിമ്പറിൽ നിന്നുകൊണ്ട്
ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ആഹ്വാനം ചെയ്ത വ്യക്തിയുടെ പേരാണ് മമ്പുറം സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങള്. ഈ ജാറും ഈ ഉറൂസും നടത്തലാണ് ഇതൊക്കെ എന്ന് വിചാരിച്ച ആളുകൾ, അവർക്കിത് മനസ്സിലാവില്ല. മഹാന്മാർ മമ്പുറം തങ്ങൾ എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്ന് കേൾക്കുമ്പോ ഉടൻ തന്നെ ഇങ്ങനെ ജാറം ഉറൂസ് അത് വെച്ചിട്ടുള്ള പച്ച നിറം വെച്ചിട്ട് പച്ച ആകെ കൂടി ജാറം കൂടുന്നവരെ പച്ച തുണി വെച്ചിട്ടുള്ള ഒരു തരം ഇത്തരം ഉറൂസ് വിചാരങ്ങളല്ല യഥാർത്ഥത്തിൽ വരേണ്ടത്. യഥാർത്ഥത്തിൽ പള്ളിക്കകത്ത് ആ പ്രദേശത്ത് പിന്നെ അതിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കാൻ കാരണം എന്താ? മലബാറിന്റെ മണ്ണില് പിന്നാക്ക ഹിന്ദുക്കളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. അതിന് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ഇതുപോലുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരവും സദാചാരവും സ്വാതന്ത്ര്യബോധവും ഒക്കെ ശക്തിപ്പെട്ടു വന്നപ്പോൾ ജനങ്ങൾ കൂട്ടമായി ഇസ്ലാം പോലും സ്വീകരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹം അങ്ങനെ ആത്മാഭിമാനമുള്ള സമൂഹം, അന്തസ്സുള്ള സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം വിശ്വാസത്തിന് വേണ്ടി, സ്വന്തം ആദർശത്തിന് വേണ്ടി ജീവിക്കും. ആദർശം കൈയൊഴിയാൻ 300 രൂപയുടെ റബ്ബറിന് വില 300 രൂപ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാം എന്നൊരു മുസ്ലിം പറയില്ല. അങ്ങനെ റബ്ബർ പാലിന്റെ വിലയും റബ്ബർ പന്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാ വലിയുന്നതും ഇടാവുന്നതുമായ റബ്ബറിന്റെ നിലവാരത്തിലല്ല അങ്ങാടി റബ്ബർ നിലവാരം വായിക്കാറുണ്ട്. കശുവണ്ടി, കാപ്പിക്കുരു, ഇങ്ങനെ അങ്ങാടി നിലവാരം വായിക്കണമാതിരി ഇവിടെ പല ആളുകൾ വോട്ടും രാഷ്ട്രീയവും അങ്ങാടി നിലവാരം 300 രൂപ 400 രൂപ കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാവുന്ന രാഷ്ട്രീയമല്ല മുസ്ലിം രാഷ്ട്രീയം. മുസ്ലിം രാഷ്ട്രീയം അങ്ങനെ അങ്ങാടി നിലവാരത്തിൽ വില വയ്ക്കാൻ പറ്റുന്നതല്ല. അതിൽ കൃത്യമായ ആദർശമുണ്ട്. ജീവൻ കൊടുത്തുകൊണ്ടാണെങ്കിലും സ്വന്തം ആദർശത്തിനും വിശ്വാസത്തിനും ചരിത്രത്തിനും വേണ്ടി കൊടുത്തും ജീവൻ നൽകിയുമാണ് ഈ സമുദായം ചരിത്രത്തിൽ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ആ അതിജീവന സമര രീതികൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും. അതിന്റെ ഭാഗമാണ് ഇത്തരം വഖഫ് സമരങ്ങൾ. അതുകൊണ്ട് സ്വന്തം വിശ്വാസവും ആത്മാഭിമാനവും സംരക്ഷിക്കുന്ന ഇത്തരം സമരങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം. മുസ്ലിം കൂട്ടായ്മകൾ, മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല